1502 ഷിയാക്കൾ ഇറാൻ്റെ അധികാരം പിടിച്ചെടുക്കുകയുണ്ടായി. അതുവരെ ഇറാൻ സുന്നി രാജ്യമായിരുന്നു. 1502 ഷാ അബ്ദുൽ അസീസ് സഫവി എന്ന ഷിയാ ക്രൂരനായ ഭരണാധികാരി ഓരോ ദിവസവും 1.5 ലക്ഷം വീതം സുന്നികളെ ഇറാനിൽ കൊലപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയാണ് സുന്നി രാജ്യമായ ഇറാൻ ഷിയ രാജ്യമായി മാറിയത്. ഇങ്ങനെ ചരിത്രത്തിൽ എണ്ണമറ്റ മുസ്ലിം വംശഹത്യക്ക്, സുന്നി വംശഹത്യക്ക് 1987 ഷാ പഹ്ലവിയെ പുറത്താക്കി ഹുമൈനി അധികാരത്തിലേറിയ ഹുമൈനി ചെയ്തത് എന്താണ്? അദ്ദേഹത്തെ പിന്തുണച്ച സുന്നി പണ്ഡിതന്മാരെയൊക്കെ കഴുമരത്തിലേറ്റി. പിന്നീട് നാട്ടിലെ സുന്നികളൊക്കെ കൊലപ്പെടുത്താൻ തുടങ്ങി. ഇതൊന്നും ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ അറബി പത്രങ്ങളും അറബി ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ അഹ്ലുസുന്നയെ തകർക്കാൻ ശ്രമിച്ച ഇന്ത്യയിലെ ടിപ്പു സുൽത്താനെ ഒറ്റിക്കൊടുത്ത മീർ കാസിം ഷിയ, അയാളെ മന്ത്രി മീർ കാസിം, സിറാജുദ്ദൗലയെ, ബംഗാളിലെ സിറാജുദ്ദൗലയെ ഒറ്റിക്കൊടുത്ത മീർ ജാഫർ ഷിയ ആയിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളെ ഒറ്റിക്കൊടുക്കുകയും കൂട്ടക്കൊല നടത്തുകയും ചെയ്ത 1400 കൊല്ലത്തെ പാരമ്പര്യം ഷീസത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ പിന്തുണക്കുന്ന വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇഖ്വാനുൽ മുസ്ലിമൂനും ജമാഅത്തെ ഇസ്ലാമിയും ചെയ്തത്.